രാവിലെ വർക്കിന് വന്ന സ്ഥലമാണ് കേട്ടോ. നീര് വെച്ചതാണ് കേട്ടോ കുട്ടികളെ, അല്ലാതെ മണ്ണം വെച്ചതല്ല. 6 പണികൾ എങ്ങോട്ടാ കിട്ടി കേട്ടാ. 8ന്റെ പണികളെന്ന് പറയും പോലെ 6ന്റെ പണികളാണെന്ന്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. രാവിലെ വർക്കിന് വന്ന സ്ഥലമാണ് കേട്ടോ. വീഡിയോ നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങളെ വീണ്ടും കുറച്ച് അടുത്തേ ഉള്ളൂ. രാവിലെ കുറച്ച് പണികളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ വരും വഴിക്ക് പറയുന്നതാണ്. നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ വർക്ക് സ്ഥലത്തോട്ട് പോവാം. ലൈവ് അല്ല വീഡിയോ ബ്ലോഗ്. ഈ ഒരു കസ്റ്റമറുടെ പേര് ബഫിയ എന്നാണ്. പക്ഷെ ബഫിയ എൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ എടുക്കുന്നത് യൂട്യൂബ് വഴിയാണ്. ബഫിയായിട്ട് മുമ്പേ ഉണ്ടായിരുന്ന പരിചയം എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന സലൂണിൽ ബഫിയ സർവീസിന് വേണ്ടി വന്നിട്ടുണ്ട്. അന്ന് എന്തോ ഫേഷ്യലോ സ്പായോ ചെയ്ത് നാനോപ്ലാസ്റ്റി എങ്ങാണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബഫിയ തിരിച്ച് ദുബായിൽ പോയി. പിന്നെ തിരിച്ച് വന്ന സമയത്ത്, അതായത് ലീവിന് വന്ന സമയത്താണ് ബഫിയ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ ആ പാർലറിലില്ലായിരുന്നു, പാർലർ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് യൂട്യൂബ് വഴി നമ്പർ എടുക്കുന്നത്. രാവിലെ കിട്ടിയ പണികൾ പറയാനാണെങ്കിൽ പണികളായിരുന്നു. കണ്ണിൽ വണ്ട് അടിച്ച് നല്ല സ്പീഡ് വരെയായിരുന്നു. ഹെൽമെറ്റിൻ്റെ ഇത് താഴ്ത്തി ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ വണ്ടടിച്ചു. പിന്നെ ഫോണ് ബാഗിനകത്ത് നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിന്നു. അപ്പോഴത്തേക്കും സ്കൂട്ടിക്കകത്ത് തന്നെ ഫോണും ഉണ്ടായിരുന്നു. അങ്ങനെ 8ന്റെ പണികളൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. ഒന്നും പറയണ്ട. ഒരിടത്ത് പാളിയാൽ പിന്നെ ഫുള്ള് പാളിച്ചകളായിരിക്കും. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് വേറൊരു വർക്കുണ്ട്. അത് സാരി ഡ്രേപ്പിംഗ് ആണ്. അപ്പം അങ്ങോട്ട് പോകണം. അപ്പം നമ്മളെ വർക്കുകളൊക്കെ തുടങ്ങട്ടെ. ടൈം കളയുന്നില്ല, സമയം അമൂല്യമാണ്. ശരിക്കും ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് വോയിസ് ഓവർ കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് അന്നത്തെ ദിവസം സത്യം പറയാം ചിരിയല്ല എനിക്ക് മൈൻഡിൽ പറഞ്ഞത്. അപ്പോൾ എന്തുമാത്രം പണികളാണ് നമുക്ക് കിട്ടിയതെന്നായിരുന്നു. ശരിക്കും നല്ല പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചില്ല ഇത്രയും പണികൾ കിട്ടുമെന്ന്. അങ്ങനെ നല്ല പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പം എന്താ, ബഫിയ റെഡി ആയിട്ടുണ്ട്. ബഫിയക്ക് ഇതൊരു ട്രഡീഷണൽ ലുക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് ബഫിയ ട്രഡീഷണൽ ലുക്കിൽ തന്നെ നമ്മൾ റെഡി ആക്കിയത്. കാരണം കോസ്റ്റ്യൂം എന്തായാലും ട്രഡീഷണൽ ലുക്ക് തന്നെയാണല്ലോ, ഈ ഒരു കോസ്റ്റ്യൂം ആണല്ലോ. അപ്പോൾ നമുക്ക് ട്രഡീഷണലി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സ്കിൻ ടോൺ മേക്കപ്പ് മതി, വലിയ രീതിയിൽ മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബഫിയയുടെ റിലേറ്റീവിൻ്റെ മാരേജ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ബഫിയ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ബഫിയ പറയുക പോലെ തന്നെ നമ്മൾ ബഫിയ റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു. ഇനി നമുക്കൊരു വർക്കും കൂടിയാണുള്ളത്. ട്രിവാൻഡ്രം പാച്ചല്ലൂർ വെച്ചാണ് ആ വർക്ക്. അത് സാരി ഡ്രേപ്പിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. 6 മണിക്കാണ് നമ്മൾ ബഫിയയുടെ വീട്ടിൽ എത്തുന്നതും 7 മണിക്കാണ് നമ്മൾ വർക്കെല്ലാം ചെയ്ത് ഇറങ്ങുന്നതും. അങ്ങനെ 7 മണിക്ക് ഇറങ്ങി ഒരു 8-8:30 മണിയാകുമ്പോൾ തിരുവനന്തപുരം പാച്ചല്ലൂർ എത്തുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് 9 മണിക്കകത്ത് എത്തിയാൽ മതി, 9 മണി ആയാൽ മതി, നേരത്തെ വരട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ ഇതിനിടയിൽ നമുക്ക് നല്ല പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പണികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 3ാമത്തെ ഒരു പണി കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ വണ്ടി വിട്ട് വരുന്ന സമയത്ത്, സ്കൂട്ടിയിൽ വണ്ടി വിട്ട് വരുന്ന സമയത്ത് ഞാൻ ധന്യയുടെ പാർലറിന്റെ അവിടെയാണ് വണ്ടി വെച്ചിട്ട് ഇവരെ കൂടെ ബഫിയുടെ വീട്ടിലോട്ട് കാറിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ സ്കൂട്ടി ഞാൻ വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പൊ രാവിലെ സ്കൂട്ടിയിൽ വന്നതുകൊണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഗ്ലാസ് താത്തിട്ടില്ല. കണ്ണിൽ വണ്ടടിച്ചു. അത് 1ാമത്തെ പണി കിട്ടി. നല്ല വേദനയായിരുന്നു. 2ാമത്തെ പണി കിട്ടിയെന്ന് പറയുന്നത്, മൊബൈല് ബാഗിനകത്തില്ലായിരുന്നു, ഡിക്കിക്കകത്ത് അടക്കിയത്. അപ്പൊ ഞാൻ ഡിക്കിക്കകത്ത് ഇട്ടില്ല എന്ന് കരുതി അത്രയും ബാഗ് അത്രയും അരിച്ച് പറക്കി നോക്കിയപ്പോൾ ബാഗിനകത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു. അവർ കാറിലും ഞാൻ സ്കൂട്ടിയിലും, സ്കൂട്ടി കൊണ്ടുവന്ന് വെങ്ങാറോട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇവർ കാറിലങ്ങ് പോയി കഴിഞ്ഞിട്ട് ഞാൻ സ്കൂട്ടി എന്ത് ചെയ്ത് ഒരു സമാധാനത്തിന് വേണ്ടി ഡിക്കി തുറന്നപ്പോൾ മൊബൈൽ അതിനകത്ത് കിടക്കണം. പിന്നെ അവരെ വീണ്ടും വിളിച്ച് വരുത്തി അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും കാറിൽ പോയി കേട്ടോ. അത് കഴിഞ്ഞ് 3ാമത്തെ പണി കിട്ടിയെന്ന് പറയുന്നത്, സ്കൂട്ടി തിരിച്ച് ബഫിയെ ഒരുക്കിയിട്ട് വന്നിട്ട് സ്കൂട്ടി അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുപോയിക്കണമെന്ന് വിചാരിച്ചു. വെങ്ങാറമൂട് കൊണ്ടുപോയിക്കണമെന്ന് വിചാരിച്ചു. എൻ്റെ സ്ഥലം വെങ്ങാറമൂടാണല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നേരെ പാച്ചല്ലൂർ പോണത്. അപ്പോൾ സ്കൂട്ടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് പിന്നെ വീണ്ടും ഇവരെ വീട്ടിലോട്ട് വരണം. അപ്പൊ അത് വേണ്ടല്ലോ, അവിടെ എനിക്ക് വഴിയിൽ ഇറങ്ങാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വേറൊരു കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരുന്നത് കൊണ്ട് സ്കൂട്ടി എടുക്കാൻ മറന്നുപോയി. പിന്നെ കവള് വെച്ച് എവിടെ നോക്കിട്ട് ഒരു പല്ലെടുത്ത് പല്ലെടുത്തിട്ട് ബ്ലഡ് വന്നില്ല. ഞാൻ ധന്യെ കളിയാക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കേട്ടത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധന്യയ്ക്ക് പല്ലിൽ കമ്പി ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു പല്ലെടുത്താൽ മതി, ബാക്കിയെല്ലാം ഗ്യാപ്പ് ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് ഒരു പല്ലെടുത്തപ്പോൾ BP നന്നായിട്ട് കുറഞ്ഞിരുന്നത് കൊണ്ട് ബ്ലഡ് വന്നില്ല. അപ്പൊ അത് അവൾക്ക് പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങളായി. ഇപ്പൊ നല്ല കുറവായിരുന്നു. അതുകൊണ്ടാണ് ബ്ലഡ് വരാത്തത്. സ്റ്റിച്ച് ഇട്ടു, ഭയങ്കര പ്രശ്നമായി, ഭയങ്കര വേദനയായി. അങ്ങനെയാണ് ഞാൻ അവളായിട്ട് കളിയാക്കുന്നത് കേട്ടോ. ചേട്ടൻ ചെവിക്കലടിച്ച് പറപ്പിച്ച് തരുമ്പോഴത്തേക്കും പല്ലള പോലും നീ എന്തിനു വെറുതെ പൈസ കൊണ്ട് കൊടുത്തു
കൊടുത്തു എന്നൊക്കെ പറയണം നമ്മളിട്ട് കളിയാക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ പണികളൊക്കെ കിട്ടാൻ കാരണം എൻ്റെ മൈൻഡിൽ വേറൊരു കാര്യങ്ങൾക്ക് വേണ്ടി ടെൻഷനിലായിരുന്നു. കാരണം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു ദൂരയാത്രയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തു, ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ മോനുടനായപ്പോൾ തലേദിവസം നല്ല പനിയായിരുന്നു. അതുകൊണ്ട് അവിടെ പോകാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ ഇരുന്നത്. ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അയ്യോ പോകാൻ പറ്റുമോ, ടിക്കറ്റ് ബുക്ക് ചെയ്തതല്ലേ. കാരണം തലേദിവസം അത്രയ്ക്ക് പനി ഉണ്ടായിരുന്നു. നമ്മൾ പോകാൻ വേണ്ടി ഇരുന്നത് വേറെ ഒന്നുമല്ല, ഗുരുവായൂരാണ്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തതല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചതും. ഇത്ര ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടങ്ങ് മാറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷൻ ആയതുകൊണ്ടായിരിക്കും ഞാൻ പല കാര്യങ്ങളും പലയിടത്ത് വെച്ചിട്ട് പല കാര്യങ്ങളായിട്ട് മറന്നു പോയിട്ടുള്ളത്. ഒരുപക്ഷെ അത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ നിരന്തരമായിട്ട് അതിലോട്ട് തന്നെ എൻ്റെ മൈൻഡ് പോകുന്നുണ്ട്. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊരു വ്ലോഗായിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു വർക്കിൻ്റെ സ്ഥലത്തോട്ട് പോകണം. അതിനിടയ്ക്ക് നമ്മൾ കാപ്പി കുടിക്കാൻ സമയം കിട്ടിയപ്പോൾ കാപ്പി കുടിച്ചു. മസാല ദോശയാണ് കഴിച്ചത്. തനിയെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം പല്ലുവേദന ഉള്ളത് കൊണ്ട്. അങ്ങനെ നമ്മൾ കഴിച്ചു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഷോർട്സും ലോങ്ങും വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ലോങ് വീഡിയോസിനുള്ള വീഡിയോസ് എടുക്കാൻ ചിലപ്പം പറ്റത്തില്ല. കാരണം രണ്ടും വെക്കുന്നത്, മൊബൈൽ വെക്കുന്നത് വേറെ രീതിയിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ മിസ്സിങ് ആണ്. അങ്ങനെ നമ്മൾ അടുത്ത വർക്കിംഗ് പ്ലേസിലോട്ട് പോയി. തിരുവനന്തപുരം പാച്ചല്ലൂർ ലഗൂണ റിസോർട്ടിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെയും വഴിയിൽ കുറച്ച് കറക്കമൊക്കെ ഉണ്ടായിരുന്നു. ടോൾ എടുക്കണമായിരുന്നു. അപ്പോൾ ഈ കാറിൽ നമ്മൾ ഇത് ചെയ്തിട്ടില്ല, റീചാർജ് ചെയ്തിട്ടില്ല, ഫാസ്റ്റ് ആകും അങ്ങനെ എന്തോ ഒരു പേര് പറയുമല്ലോ. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഈ ഒരു കാർ എന്ന് പറയുന്നത് ഒരുപാട് ലോങ് പോകാറില്ല. നമ്മൾ ആ ലൊക്കാലിറ്റിയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. ചേട്ടൻ അങ്ങനെ എടുത്ത് ലോങ് പോകാൻ നിൽക്കില്ല. അപ്പം റീചാർജ് ചെയ്തിട്ടില്ലായിരുന്നു, ഈ ഫാസ്റ്റ് ആകും അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ടോളിൻ്റെ തൊട്ടപ്പുറത്താണ് ലഗൂണ റിസോർട്ട്. തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരമേ വരുവുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് കറക്റ്റ് അറിയണം, നമ്മൾ ഈ മാപ്പ് നോക്കിയല്ലേ പോകുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ടോളിൻ്റെ അവിടെ നല്ല ഇരട്ടിക്ക് എമൗണ്ട് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വേറെ റൂട്ട് നോക്കി ഒരുപാട് പേരോട് ചോദിച്ച് പിന്നെ മാപ്പൊക്കെ നോക്കി ആണ് നമ്മൾ ഈ റിസോർട്ടിൽ എത്തിയത്. സത്യത്തിൽ ടോളിൻ്റെ തൊട്ടപ്പുറത്താണ്. ടോളിൻ്റെ അകത്തൂടെ അല്ലാതെ നമുക്ക് വേറെ വഴി കൂടെ കയറാൻ പറ്റുന്നു. നീര് വെച്ചതാണ് കേട്ടോ കുട്ടികളെ, അല്ലാതെ മണ്ണം വെച്ചതല്ല. ഇതെന്ന് പറയുന്നത് ഒരു ബീച്ച് സൈഡാണ്. അതായത് കടലും കായലും കൂടി സംഗമിക്കുന്ന സ്ഥലം. അതായത് പൊഴിക്കര അങ്ങനെ എന്തോ പറയുമല്ലോ. അപ്പോൾ ആ സ്ഥലമാണ്. പക്ഷെ സംഭവം കൊള്ളാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷയല്ല വന്നതെങ്കിൽ ഞാൻ നേരത്തെ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നോക്കി എടുക്കാമായിരുന്നു. നമുക്ക് പിന്നെ ഇവിടെ ഉള്ളത് സാരി ഡ്രൈപ്പിംഗ് ആണ്. ഗ്രൂമിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാരി ഡ്രൈപ്പിങ്ങിന് വന്നത്. നമ്മൾ സത്യം പറഞ്ഞ സാരി ഡ്രൈപ്പിങ്ങിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് നഷ്ടമാണ് നമുക്കുള്ളത്. പിന്നെ പെട്രോൾ ചാർജ് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ എങ്ങനെയാണോ സാരി ഡ്രൈപ്പിങ്ങിൻ്റെ എമൗണ്ട് വാങ്ങിക്കുന്നത് അത് മാത്രമേ നമ്മൾ സാരിയുടെ എമൗണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നുള്ളൂ. നമുക്ക് നോക്കുകയാണെങ്കിൽ നഷ്ടമാണ്, എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് നഷ്ടം വരാതെ നമ്മൾ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അവർക്കൊക്കെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ പണികൾ കിട്ടിയെങ്കിലും നമ്മളെ വർക്കിലൊന്നും യാതൊരു കോംപ്രമൈസിങ്ങും ഇല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും പണികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിലും വർക്കിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. ഫൈനലി ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അവനവൻ്റെ വീടെത്താറായി. ഏകദേശം ഇന്ന് എത്ര പണി കിട്ടി? 1 2 3 4 ഇല്ല 5 6 പണികൾ എങ്ങോട്ടാ കിട്ടി കേട്ടാ. 8ന്റെ പണികളെന്ന് പറയും പോലെ 6ന്റെ പണികളാണ് ഫുള്ള് കിട്ടിയിരിക്കുന്നത്. റൂട്ടൊക്കെ തെറ്റി അവസാനം നമ്മൾ റൂട്ട് പിടിച്ച് നമ്മൾ തിരിച്ചു പോകുന്നത് റൂട്ട് തെറ്റി. ഞാൻ മൊബൈലിലായിരുന്നു എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ധന്യ പല്ലുവേദന കാരണം കിടക്കുകയായിരുന്നു. കണ്ണണ്ണനാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ കണ്ണണ്ണ ഈ മാപ്പ് നോക്കാതെയാണ് വണ്ടി ഓടിച്ചത്. നേരെ വണ്ടി ഓടിച്ചു വലത്തോട്ട്, കഴക്കൂട്ടം ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് പോകാനുള്ളതിന് അവിടെ പണി നടക്കണോണ്ട് ശ്രദ്ധിച്ചില്ല. അങ്ങനെയും കിട്ടി പണി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.